വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള വനില സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഞാൻ 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. ഇതിപ്പം ഏകദേശം 700 ഗ്രാം വെയിറ്റ് വരുന്ന സ്പഞ്ചാണ് ഉണ്ടാവുക. ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. നിങ്ങൾ വേറെ ഫില്ലിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ വെയിറ്റ് വരും. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡ ആവശ്യമായിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കൂട്ട് വീണ്ടും അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഒരു 2-3 തവണ ഇങ്ങനെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല സോഫ്റ്റും ലൈറ്റായിട്ടുള്ള കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു 2 തവണ കൂടെ അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 3 റൂം ടെമ്പറേച്ചറിലുള്ള വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മിക്സിയുടെ ജാറിൽ ചെയ്യാം. കാരണം നമുക്ക് ഈ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ചേർക്കുന്ന പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. ആ മെൽറ്റ് ആവുന്ന സമയം വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. പക്ഷേ ആ ബീറ്റ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് എഗ്ഗ് കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടും. നന്നായിട്ട് പതപ്പിക്കണം എന്നൊന്നും ഒരു നിർബന്ധം ഈ ഒരു റെസിപ്പിക്കില്ല. ഈ പഞ്ചസാര മെൽട്ടാകുന്നത് വരെ മാത്രം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവർ ഒന്നുമില്ലാത്ത ഓയിൽ വേണം ചേർക്കാനായിട്ട്. 1/2 കപ്പ് അളവിൽ, അതായത് 125 ml ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് വനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ ആ മണമൊക്കെ മാറിക്കിട്ടും. നല്ലൊരു വനില ഫ്ലേവറും കിട്ടും. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഒരു സമയത്ത് തന്നെയാണ് ചേർക്കുന്നത്, പോർഷനൊന്നും ആക്കുന്നില്ല. ഇത് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പൊടി മൊത്തത്തിൽ പറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം ബീറ്റർ ഓൺ ചെയ്യുക. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബീറ്റർ ഒരുപാട് സ്പീഡിലിട്ടിട്ട് അടിക്കാൻ പാടില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ കൂടെ എടുത്തിട്ടുണ്ട്. ആ പാൽ കുറേശ്ശെയായിട്ട് ഇതിൽ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ വേണം എടുക്കാനായിട്ട്. അതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ 1 സ്പീഡിലിട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്യുക. ഒരുപാട് സ്പീഡ് ഇടരുത്. ഒരു പോയിന്റിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ മാത്രം കറക്കിയിട്ടെടുക്കുക. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഓവർ മിക്സ് ആയിപ്പോവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗളിൻ്റെ സൈഡിലുള്ള ഭാഗമൊന്നും മിക്സ് ആയിട്ടുണ്ടാവില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ ഒരുപാട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്പാച്ചില കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതൊന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മൈദയൊക്കെ നമുക്ക് കേക്കിന് ബേക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് കട്ട പോലെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്, അതും ശ്രദ്ധിക്കണം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തും സൈഡിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അലൂമിനിയം കുക്കർ അല്ലാതെ സ്റ്റീൽ കുക്കറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അലൂമിനിയം കുക്കർ തന്നെ എടുക്കുക. ഞാനിപ്പോൾ അടിഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ നന്നായിട്ട് സെറ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് കേക്കിൻ്റെ ബാറ്ററിന് ഉണ്ടാവുക. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ ഗ്യാസ് കട്ട്, അതായത് ആ റിങ് എടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അത് എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. അതെന്തായാലും കുക്കറിൽ തന്നെ ഇടണം. നിങ്ങൾ ജസ്റ്റ് കുക്കറിൻ്റെ വിസിൽ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. കുക്കറിൽ മാവ് ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, എക്സ്ട്രാ ഉള്ള എയർ ബബിൾസ് പോകാനായിട്ടാണ്. എന്നിട്ട് മൂടി ഉപയോഗിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ എടുത്ത് മാറ്റണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അടുപ്പത്ത് ഒരു പഴയ ഫ്രൈ പാന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാന് ചൂടായ സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് പഴയ പാനോ ഒരു മൂടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 40-45 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. നോബ് താഴോട്ട് തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. ഒരു 40 മിനിറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ആവി പുറത്തേക്ക് വരുന്നത്. നല്ല കേക്ക് ബേക്കായ സ്മെല്ലും വരും. ആ സമയത്ത് മാത്രം തുറന്ന് നോക്കുക. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ ബേക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി കേക്ക് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂട് തണയണം. അതിനുശേഷം മാത്രമാണ് കുക്കറിൽ നിന്ന് പുറത്തെടുക്കുന്നത്. പുറത്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കത്തിയോ സ്പാച്ചിലയോ കേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പം കേക്ക് ഈസി ആയിട്ട് കുക്കറിന് പുറത്തെടുക്കാനായിട്ട് പറ്റും. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിഭാഗത്തെല്ലാം ബട്ടർ പേപ്പർ എടുത്ത് കളയാം. അടിഭാഗം കരിഞ്ഞു പോയോ ഒന്നും ആയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഐസിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കല്ല, അതുകൊണ്ട് ഞാൻ നടുവിൽ തന്നെയാണ് മുറിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ടെക്സ്ചറൊക്കെ കാണാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.